എടാ നീയെല്ലാം ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് അതിന് പേരുണ്ടാവണമെന്നുണ്ടോ? ഒരു പേരിട്, ശശിന്നോ എന്തെങ്കിലും. അതിന് പ്രത്യേകിച്ച് കുറച്ച് ഞാൻ എനിക്ക് പേരിടട്ടെ? ഗ്ലിച്ച് ഉണ്ട്, ബേസിക്കലി കുറച്ച് ഗ്ലിച്ച് ഉണ്ട്. ഗ്ലിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഗ്ലിച്ച് ആലോചിച്ചതാ. അങ്ങനത്തെ സാധനമല്ലേ അത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അത് തായ്ലൻഡിലിരുന്നുണ്ടായത് ഈ സാധനം. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ എന്തോ ഒരു സാധനം ഞെക്കി വന്നപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു സൗണ്ട് വന്ന്, അപ്പോൾ അത് കൊള്ളാം, ഈ ജോണറിലോട്ട് പോയാലോ. ബിക്കോസ് ആ പാട്ട് ഇങ്ങോട്ട് എത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ എന്തൊക്കെ ട്രൈ ചെയ്ത് മിഡിൽ പോർഷൻ എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെന്നറിയാം. ആൻഡ് ബിക്കോസ് ഐ ഹാഡ് ദ വീഡിയോ, ഞാൻ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ആ പഴയ പാട്ടിൽ ആ പോർഷൻ അങ്ങനെയല്ല, വെരി ബോറിംഗ് പോർഷൻ ആയിരുന്നു. അപ്പൊ അത് ഞങ്ങൾ കേൾക്കുമ്പോ എടാ അത് നിധിയല്ലേ, നിധി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ബോറിംഗ് ആയിരുന്നു. ഞാനല്ലേ തീരുമാനിക്കണ്ടേ, ഇത് എന്റെ ഇന്ത്യ മ്യൂസിക് അല്ലേ. കുമ്പളങ്ങി നൈറ്റ്സ് ഇസ് ഹാപ്പനിങ്. ഓക്കേ, ആ സിനിമ തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. ഒരു സെക്കൻഡ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അടുത്ത സെക്കൻഡ് ഇറ്റ് വിൽ മേക്ക് യു ക്രൈ, അടുത്ത സെക്കൻഡ് ഇറ്റ് വിൽ മേക്ക് യു ലാഫ്, അടുത്ത സെക്കൻഡ് ഇറ്റ് വിൽ മേക്ക് യു വണ്ടർ വൈ വി ആർ ലിവിംഗ് ലൈക്ക് ദിസ്, വാട്ട് ഈസ് ദിസ് ലൈഫ്. ദർ ഇസ് സോ മെനി ഇമോഷൻസ് ഇൻ ദാറ്റ് മൂവി. ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഹൗ വാസ് യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഇമാജിൻ യു ആർ വർക്കിംഗ് ഓൺ ദാറ്റ് മൂവി. ആ ടൈം പീരീഡ് ആ സിനിമ പോലെയാണോ സുഷിന്റെ ലൈഫ്, ഓർ ഡു യു ഡിറ്റാച്ച് ഫ്രം ഇറ്റ്, ഓർ ആർ യു സംബഡി ആ സിനിമ തീരുന്നവരെ അതിനകത്തിരിക്കുന്ന ഒരാളാണോ? ഞാൻ ആ സിനിമ തീരുന്നവരെ അതിൻ്റെ അകത്തിരിക്കുന്ന ആളാണ്. ആ സിനിമയുടെ ഇമോഷനായിട്ട് തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മാലിക്കുന്നൊക്കെ ഇറങ്ങാൻ ഭയങ്കര